കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. അമ്പലത്തറയിലുള്ള കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ റേഞ്ചിൽ വെച്ച് അസോസിയേഷന്റെ 2024-25 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ അധ്യക്ഷനും ജില്ലാ കളക്ടറുമായ കെ ഇമ്പശേഖർ IASന്റെ അധ്യക്ഷതയിൽ ചേർന്നു. എപ്പോഴും ഇതിന്റെ സെക്രട്ടറി വളരെ ആക്റ്റീവാണ്. എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു പങ്കുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞ മാതിരി ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ജില്ലയിൽ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഗമാണ്. ഇതിൽ ആക്റ്റീവായിട്ട് ഈ അസോസിയേഷനിലെ സെക്രട്ടറി എത്ര ആക്റ്റീവായിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഇത് കാണുമ്പോൾ തന്നെ 2 വർഷം മുൻപ് ഇവിടെ വരുമ്പോൾ എത്ര ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു നല്ല ഞങ്ങളെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ ഒരു എവലുവേഷൻ പുറത്തുനിന്ന് വന്നവർ കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇനിയും നല്ല മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഒരു സ്റ്റേറ്റ് തലത്തിലും മേ ബി ഒരു സൗത്ത് ഇന്ത്യയിലും നമുക്കൊരു നല്ല ഒരു റേഞ്ച് എന്താ പറയുക ഒരു നാഷണൽ ഇതിലുള്ള ഒരു റേഞ്ച് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ജില്ലാ പോലീസ് ചീഫ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡി ശില്പ IPS യോഗത്തിൽ സംബന്ധിച്ചു. റൈഫിൾ അസോസിയേഷൻസ് ആണ് എന്ന് തന്നെ ഞാൻ പറയാൻ പറ്റും. ഞാനിപ്പോൾ വേറെ 3 ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ റൈഫിൾ അസോസിയേഷനിൽ ഫൈറ്റിംഗ് ആണ്. അവിടുത്തെ മെമ്പേഴ്സ് ആരാണ് അംഗങ്ങൾ, അവിടെ എലക്ഷൻ എല്ലാം ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ കളക്ടറും ഞാനും ഒരുപാട് പ്രാവശ്യം അവർ പീസ് മീറ്റിംഗ്സ് വിളിച്ചിട്ട് എലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ നന്നായി എല്ലാ മെമ്പേഴ്സും കോപ്പറേറ്റീവായിട്ട് നല്ല അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണാൻ കിട്ടുന്നത്. ഈ ജില്ലയിൽ മാത്രമാണ്, വേറെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ പ്രശ്നമാണ്. 2024-25 വർഷത്തെ ഓഡിറ്റഡ് വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ തന്നെ സ്വന്തമായി സ്ഥലവും റേഞ്ചുമുള്ള ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ പ്രവർത്തനത്തെയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാനുള്ള ശ്രമത്തെയും യോഗം ഐക്യകണ്ഠേന പ്രശംസിച്ചു. പുതുതായി റേഞ്ചിൽ 1-ാം നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന 25 മീറ്റർ ഇൻഡോർ റേഞ്ചിന്റെയും 2-ാം നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയുള്ള പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ജില്ലാ കളക്ടർ നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA നാസർ സ്വാഗതവും അസോസിയേഷൻ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ M ശ്രീകണ്ഠൻ നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ ട്രഷറർ AK ഫൈസൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രാജേന്ദ്രകുമാർ, A ഹമീദ് ഹാജി, ശ്രീകുമാർ HS എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.